ഹലോ സുഹൃത്തുക്കളെ, മലേഷ്യൻ ട്രാവൽ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകിട്ട് ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പുറത്തിറങ്ങി. മലേഷ്യയുടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ നേരെ പോയത് ബുക്കിറ്റ് ബിന്താങ്ങിലേക്കാണ്. അവിടെ ഒരു സ്ട്രീറ്റിൻ്റെ സൈഡിൽ നമ്മൾ ഗ്രാബിൽ പോയി അവർ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ സ്ട്രീറ്റിലൂടെ മൊത്തം നടക്കാൻ തുടങ്ങി. അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വഴിയോര കച്ചവടങ്ങൾ കാണാം. അപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു മ്യൂസിക് പെർഫോമൻസിൻ്റെ ഒച്ച കേട്ടിട്ട് അവിടെ പോയി നോക്കിയതാണ്. അപ്പോൾ കണ്ടതാണ്. അവിടെയുള്ള ബാൻഡിൻ്റെ പെർഫോമൻസിനൊപ്പം ആൾക്കാരും എല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർ ചെറിയ ചെറിയ ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഇപ്പുറത്തോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഇങ്ങനെ സൈഡിലായിട്ട് പലവിധ കച്ചവടങ്ങൾ കാണാം, ടാറ്റു അങ്ങനത്തെ പലതും കാണാം. പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ടേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഷവർമ ഷോപ്പ് കണ്ടു. അന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത്, നമ്മൾ വൈകിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തിട്ട് ഒരു 2 ബീഫ് ഷവർമ ഓർഡർ ചെയ്തു. അപ്പോൾ അവർക്ക് ചിക്കൻ ഷവർമയും ബീഫ് ഷവർമയുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുന്നത് ഡിഫറെൻറ്റ് പ്രിപ്പറേഷനാണ്, പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പുള്ളി ആദ്യം ഇതിനകത്ത് റോൾ ചെയ്തിട്ട് പിന്നെ അവരുടെ സ്റ്റൗവിൽ വെച്ച് ഹീറ്റ് ചെയ്തിട്ടാണ് നമുക്കത് തരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഏതാണ്ട് 15 റിങ്കറ്റായിരുന്നു അതിന് കോസ്റ്റായി വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഷവർമയെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെ പുറത്ത് തന്നെയായിട്ട് പല ഫുഡ് ഐറ്റംസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് തന്നെ ഒരു സ്വീറ്റ് പൊട്ടോന് ഹസിൽ നട്ട്സ് എല്ലാം ഫ്രൈ ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തൊരു സ്വീറ്റ് കോൺ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുമ്പോട്ടേക്ക് നടന്നു. അവിടെ പിന്നെ ഒന്ന് നോക്കുമ്പോൾ അവിടെ അടുത്ത മ്യൂസിക് പെർഫോമൻസ്. പിന്നെ അവിടെയും കുറച്ച് നേരം നിന്നു. ഈ ബുക്കിറ്റ് ബിന്താങ്ങിൻ്റെ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് മോണോ റെയിൽ സ്റ്റേഷനാണ്. അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വെച്ചിട്ടാണ് അവർ ഈ പെർഫോമൻസ് നടത്തുന്നത്. കുറേ ആളുകൾ കൂടി വന്നിട്ടുണ്ട്. ഈ പുള്ളിയുടെ പെർഫോമൻസ് കാണാനും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പർ സൈഡിലേക്ക് പോയി. പിന്നെ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗ്രീൻ സിഗ്നൽ കിട്ടുമ്പോഴാണ് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ന്യൂയോർക്കിലും ടോക്കിയോയിലെല്ലാം പോലെ വൺ ഓഫ് ദ ഫേമസ് റോഡ് ക്രോസിംഗ് ആണ്. ഒരേ ടൈം ധാരാളം ആൾക്കാർ ഡിഫറെൻറ്റ് സൈഡിലേക്കായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും ആൾക്കാർ ഒരേ സമയത്ത് ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു ടൈമർ ഓടുന്നുണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ക്രോസ് ചെയ്യണം. നമ്മളന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്ത് തീർക്കാൻ നോക്കണം. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചുറ്റിനും ആൾക്കാർ ഓരോ സൈഡിലേക്കായിട്ട് ഓടുന്നത്. അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ പോകുന്നത്. മലേഷ്യ കോലാലംപൂർ എല്ലാവരും വരുന്നവരൊരു ബുക്കിറ്റ് ബിന്താങ്ങിൽ ഒരു നൈറ്റ് ഒരു 8 o'clock 9 o'clock ആ ഒരു ടൈമിൽ വന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ മുമ്പോട്ട് നീങ്ങി. അവിടെ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ കണ്ടാണ് ഒരു പുള്ളിയുടെ ഒരു പെർഫോമൻസ് ആണ്. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ നിന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെയുള്ളൊരു കുനാഫ ഷോപ്പിൽ പോയി. അവിടുത്തെ ഒരു ഫേമസ് കുനാഫ ഷോപ്പാണ്. അവിടെ അവർ ലൈവായിട്ട് കുനാഫാസ് മേക്ക് ചെയ്യുന്നുണ്ട്. പല വെറൈറ്റീസിലുള്ള കുനാഫ, ചോക്ലേറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങളൊരു കുനാഫ ഓർഡർ ചെയ്തു. 25 റിങ്കറ്റ്സ് ആണ് വില. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇപ്പം അതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ കണ്ടതാണ് ഒരു പ്രത്യേകതര ഒരു സ്കൂട്ടർ. പിന്നെ അവിടെ ഇതേപോലത്തെ ഇങ്ങനെ വണ്ടിയുടെ പുറകിലായിട്ട് സെറ്റപ്പ് ചെയ്ത ചെറിയ ചെറിയ കഫേ ഷോപ്പുകൾ, കോഫി, അങ്ങനത്തെ ജ്യൂസ്, കോക്ടെയിൽസ്, അങ്ങനത്തെ ഐറ്റംസ് സെല് ചെയ്യുന്നതാണ്. ഇത് കുറേ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. ഓൾറെഡി 10-11 മണിയായിരുന്നു. അപ്പോൾ ഈ വഴിയിട്ട് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദമാസ്കസ് ഷവർമ എന്ന് പറഞ്ഞൊരു ഷവർമയുണ്ട്. ഭയങ്കര ഫേമസ് ഷോപ്പാണ്. നല്ല തിരക്കാണ് അവിടെ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ നേരം ക്യൂ നിൽക്കണം. നമുക്ക് ഓൾറെഡി പോകാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ കഴിച്ചില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം മോണോറയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് മോണോറയിൽ വന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒരു ഗ്രാബും പിടിച്ച് നേരെ റൂമിലേക്ക് പോയി. നാളെ രാവിലെ പുതിയ സ്ഥലങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പം പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.